ബി ആണ് ഈ ഡിഫ്യൂസർ. ടൈപ്പ് ബിന്റെ സൈസ് വന്നിട്ട് ഇതാണ് 225 നെക്സ്റ്റ് സൈസ് ആൻഡ് 300x300 മൊഡ്യൂൾ സൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സെയിം ഫാമിലി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഞാൻ ഇതിനെ എക്സോസ്റ്റ് ഡിഫ്യൂസർ ടൈപ്പ് പി എന്ന് കൊടുത്തു. കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. 225 ഡിഫ്യൂസർ വിഡ്ത്ത് വന്നിട്ട് നെക്സ്റ്റ് സൈസ് ഫ്രീ സൈസ് വന്നിട്ട് മൊഡ്യൂൾ സൈസ് വന്നിട്ട് ഇത് 300x300. സ്റ്റോപ്പ് കൊടുക്കുന്നു. കോപ്പി ചെയ്ത് ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, ഡിഫ്യൂസർ പ്ലേസ് ചെയ്യുമ്പോൾ സെക്ഷൻ എടുത്ത് നോക്കിയേരെ ഇവിടെ സീലിംഗ് ഹൈറ്റ് വ്യത്യാസമുണ്ട്. ചേഞ്ച് ഓഫ് സീലിംഗ് ഹൈറ്റ്. അപ്പം going to align this diffuser. എക്സോസ്റ്റ് ഡിഫ്യൂസർ ഞാൻ വെച്ചു. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റ് ഡക്ട്, വിൽ ഗോ ഫോർ എക്സോസ്റ്റ് ഡക്ട് റൂട്ടിംഗ്. ഡക്ട് എടുക്കുന്നു. സെയിം ടൈപ്പ് തന്നെ സിസ്റ്റം ഞാൻ മാറ്റുവാണ്. എക്സോസ്റ്റ് എയർ ഡക്ട് സൈസ് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ക്ലീനപ്പ് ചെയ്തപ്പോൾ ഡക്ട് സൈസ് പോയോന്ന് സംശയം. ഒരു സെക്കൻഡ്, ഞാൻ ഡിസൈൻ ആയിക്കോട്ടെ. ഓക്കെ, ഞാനിപ്പോൾ 350x250 ആണ് കൊടുക്കുന്നത്. ഇതിന്റെ സ്കീമാറ്റിക്സ് ഞാൻ എല്ലാം ആ ഡിസൈൻ ഡ്രോയിങ്ങിനകത്ത് ആ ഫോൾഡറിനകത്ത് കിടപ്പുണ്ട്. എന്തെങ്കിലും സൈസിൽ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ സ്കീം എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് സൈസ് ചെയ്യാം. ഫ്ലോറേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സൈസിലോട്ട് എടുക്കുവാണ്. വിട്ട് വന്നിട്ട് 350, ഹൈറ്റ് വന്നിട്ട് ലൈക്ക് 250. ഡക്ട് റൂട്ട് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിന്റെ 3D എടുക്കാം. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് ഡിഫ്യൂസർ. ഇതാണ് എക്സോസ്റ്റ് ഡക്ട് വന്നിട്ട് ഇവിടെ ഏകദേശം ഹൈറ്റ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ ഈ മെയിൻ ഡക്ട് ആദ്യം റൂട്ട് ചെയ്ത് തീർക്കാം. ഫസ്റ്റ് ബ്രാഞ്ച് ഇതാണ് 150x50. സോറി, ഫസ്റ്റ് ബ്രാഞ്ച് ഇതാണ് 150x100. ഇവിടെ ഡക്ട് ഉണ്ട്. ഡക്ട് സൈസ് വിഡ്ത്ത് 150x100. ബ്രാഞ്ച് ഷൂ പീസിന്റെ ആംഗിൾ ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് അലൈൻ ടൂൾ യൂസ് ചെയ്യാം. സെൻട്രൽ സ്നാപ്പ് കിട്ടും. അലൈൻ രണ്ട് അലൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഒരു ക്യാപ്പ് ഇടിച്ചിട്ട് ടാപ്പ് കണക്ഷൻ എടുക്കുകയാണ്. എല്ലാത്തിനും സെലക്ട് ചെയ്യുന്നു. കണക്ട് ഇൻ ടു ഡക്ട്. സെയിം തന്നെ ഇവിടെ. ലൈൻ ഇതിലേക്ക് ഇത് ലിങ്ക് ചെയ്യാം. ഇവിടെ ക്യാപ്പ് ചെയ്യുന്നു. ഇത് റൂട്ട് ചെയ്യാനൊക്കെ വിസാർക്ക് അന്ന് പറഞ്ഞാന്ന് തോന്നുന്നു. ഒന്ന് ചെയ്ത് നോക്കൂ വിസാർ ഒന്ന്.
നെക്സ്റ്റ് റേഞ്ച് ഇവിടെയാണ് 500/100. നമുക്ക് ഈ ഡക്റ്റിനാണ് റൂട്ട് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഡക്റ്റിന്റെ സൈസ് വന്നിട്ട് 150/100 ആണ്. നമുക്ക് ഈ സൈസിനാണ് വേണ്ടത്. അപ്പം ജസ്റ്റ് CS ടൈപ്പ് ചെയ്താൽ മതി, ക്രിയേറ്റ് സിമിലർ. ഓക്കെ, 150 അല്ലല്ലോ, സോറി 200/200 ആണ്. സോറി 200/200. ഞാനിപ്പം IFCയിൽ എന്ത് റൂട്ടാണോ ഉള്ളത് ആ റൂട്ട് വഴി അങ്ങ് റൂട്ട് ചെയ്യാണ്. ഇതിനുശേഷം നമ്മൾ എല്ലാ സർവീസും റൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് എങ്ങനെയാ വെച്ച് കോർഡിനേറ്റ് ചെയ്യാം. 150/100. ഇപ്പം മറിക്കാം. ഫ്ലിപ്പ് ചെയ്യാം. അലൈൻ ടൂൾ അലൈൻ ചെയ്യാം. ക്യാപ് ഓപ്പൺ. നേരത്തെ ഇതുപോലെ തന്നെ ഇത് കണക്ട് ഇൻ ടു കൊടുക്കുക. ജസ്റ്റ് ഡക്ട് പിക്ക് ചെയ്ത് പോവാം. കണക്ട് ഇൻ ടു ഡക്ട് സെലക്ട് ചെയ്യുക, റിവ്യൂ സെലക്ട് ചെയ്യുക, കണക്ട് ഇൻ ടു. ഈ ഷൂ പീസ് കറങ്ങി വരുന്നുണ്ടാവും. എടുക്കാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഈ ഡിഫ്യൂസറായിട്ട് കണക്ട് ചെയ്തപ്പോ കമാൻഡ് എന്തായിരുന്നു? കണക്ട് ടു ഡിഫ്യൂസർ. കണക്ട് ഇൻ ടു, അതായത് ഡിഫ്യൂസർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണക്ട് ഇൻ ടു എന്ന ഓപ്ഷൻ വരും. അപ്പൊ അത് കണക്ട് ഇൻ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡക്ട് ഉപയോഗിച്ച് തന്നെയാണ് ഫ്ലെക്സിബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യില്ലേ? അതിന് നമ്മൾ കണക്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർമ്മയുണ്ടോ സാർക്ക്? ഇതില് റിജിഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പൊ നമുക്കിപ്പോ ഫ്ലെക്സിബിൾ ഞാൻ വേറെ തന്നെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്കൊരു ഡിഫ്യൂസർ ഇതുണ്ട്, ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ. എനിക്കിപ്പോ ഇതിന്ന് ഫ്ലെക്സിബിൾ ഡക്ട് വഴിയാണ് ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹൈറ്റ് ഒന്ന് ഞാൻ നോക്കിക്കോട്ടെ. ഈ ഡക്ട് സെലക്ട് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രോ ഫ്ലക്സ് ഡക്ട്, ഇതിൽ കണക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നേരെ താഴെയാണെങ്കിലോ? അപ്പൊ നമ്മൾ സെക്ഷനിലാണ് ചെയ്യേണ്ടത്. നേരെ താഴെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ? സെക്ഷനിൽ ചെയ്യാൻ പറ്റുമോ? ഓ, സെക്ഷനിൽ ചെയ്യാം. സെക്ഷനിൽ ചെയ്യില്ലെങ്കിൽ വേറൊരു വഴി കൂടി ഉണ്ട്. അതായത് ഇതിപ്പോ ഇങ്ങനെയാണ്. ഡക്ട് സെലക്ട് ചെയ്തു, കണക്ട് ഇൻ ടു, ഇത് പിക്ക് ഇങ്ങനെ കണക്ട് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിസ്റ്റംസിൽ ഇതാ ഇവിടെ പ്ലാനിൽ പോവാണെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ടു ഫ്ലക്സ് ഡക്ട് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട് ഇവിടെ. കൺവേർട്ട് ടു ഫ്ലക്സ് ഡക്ട് എടുക്കുക. ഫ്ലക്സ് ഡക്ടിന്റെ എത്ര ലെങ്ത് ആണോ വേണ്ടത്, മാക്സിമം ലെങ്ത് നമുക്ക് പിക്ക് ചെയ്ത് കൊടുക്കാം. 1500 അല്ലെങ്കിൽ ഞാനൊരു ലൈക്ക് ഒരു 800 ആണ് കൊടുക്കുന്നത് ചോദിച്ചു. ജസ്റ്റ് മാക്സിമം ലെങ്ത് കൊടുക്കുക. വെറുതെ ഡിഫ്യൂസർ പിക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഫ്ലക്സ് ഡക്ട് വന്നോളൂ. ലെങ്ത് കൂടിപ്പോയി, അതുണ്ടായത്. അത് പക്ഷെ പ്ലാനിലേ പറ്റത്തുള്ളൂ, പ്ലാനിലും 3Dയിലേ പറ്റത്തുള്ളൂ. ഇതെടുത്തു ഞാൻ, ജസ്റ്റ് കൺവേർട്ട് ടു ഫ്ലക്സ് ഡക്ട് എടുത്തു. ഒരു 150 അത്രയും കൊടുത്തു. ഈ ഡിഫ്യൂസർ വെറുതെ വെക്കിയതാൽ മതി. അപ്പൊ ഞാനൊരു 300. അത് ഈ ഡിഫ്യൂസറിന്റെ കുഴപ്പമാണ്. ഡിഫ്യൂസറിന്റെ ഈ നെക്ക് വന്നിട്ട് ഈ ടൈപ്പ് ആയിരുന്നു. നമുക്ക് ആ പ്ലീനത്തിന്റെ ഒക്കെ എടുക്കാം. ഈ പ്രൊജക്റ്റിൽ ഇതായിരുന്നു യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് തന്നെ ഉള്ളൂ ഞാൻ. ഓക്കെ, നമുക്ക് അതും നോക്കാം. ഇതും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ നിർത്താം. 250/200.
150. അലൈൻ ചെയ്യുന്നു. അലൈൻ്റെ ഷോർട്ട് ഫോം ഏതാണ്? AL തന്നെ. ആ അത് ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് കൊണ്ട് കഴ്സർ കൊണ്ട് വെച്ചാൽ മതി. അപ്പം നമ്മുടെ ബ്രാക്കറ്റിൽ എല്ലാത്തിനും ഷോർട്ട് കീസ് അതിനകത്ത് കിടപ്പുണ്ടാവും. നമുക്ക് ക്യാപ്പ് ഓപ്പൺ എല്ലാം റിജിഡ് ആയതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. VCD വെക്കണ സ്ഥലത്തൊക്കെ VCD വെക്കാം. ജസ്റ്റ് ഈ VCD സെലക്ട് ചെയ്യുക, CS ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് തന്നെ കിട്ടും. നമുക്ക് എവിടേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് ജസ്റ്റ് സൈസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, ഇനി ഈ VCD ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏത് ഒബ്ജക്റ്റിന്റെ സൈസോ അല്ലെങ്കിൽ ഡയമെൻഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഫാമിലി സെലക്ട് ചെയ്യുക. അതിന്റെ പ്രോപ്പർട്ടീസിനകത്ത് തന്നെ ഉണ്ടാവും. ഇത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ എഡിറ്റ് ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്. കണ്ടതിനകത്ത് ഡാമർ ലെങ്ത് ഉണ്ട്. നമുക്ക് ലെങ്ത് ഇപ്പൊ കറക്റ്റ് ലെങ്ത് വേണമെന്നെങ്കിൽ, ലെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് അടിച്ചു കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ലെങ്ത് കുറഞ്ഞു പോകും. ഓക്കെ, ഇതിന്റെ സൈസ് മാറിപ്പോയി. ആക്ച്വലി ഞാൻ വരച്ച സൈസ് 350/250 ആയിരുന്നു. ഇവിടെ റെഡ്യൂസർ വരണമായിരുന്നു. കുഴപ്പമില്ല, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, വരച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസർ കൊടുക്കാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെയാണ് റെഡ്യൂസർ വേണ്ട, അവിടെ സ്പ്ലിറ്റ് ചെയ്യുക. ഡക്ട് സെലക്ട് ചെയ്യുക. സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. 250/200. 250/200. ഇവിടെ ഒരു ഡക്റ്റും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ കണക്ട് ചെയ്യുക. വെക്കാൻ വിട്ടുപോയി. ലൈൻ കണക്ട് ചെയ്യാം. അതെന്താണ് അങ്ങനത്തെ ചെയ്തത്? ഇപ്പൊ അത് മനസ്സിലായില്ല എന്താണ് ചെയ്തതെന്ന്. ഇപ്പൊ അങ്ങോട്ട് അത് സാർ നമ്മൾ ആ ഒരു ഇതിപ്പോ നേരത്തെ ഞാൻ ഈ ഒറ്റ ഷൂ പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ തന്നെ 3D എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷൂ പീസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതൊന്ന് റൊട്ടേറ്റ് ചെയ്തു ഞാൻ നേരെ. അങ്ങനെ ഇരുന്നത്. ശരി മനസ്സിലായി. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ സാർക്ക് 3D വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3D തന്നെ വർക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് കുറച്ച് സീലിങ്ങിനോട് ചേർത്ത് എനിക്കിതൊന്ന് റൺ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. മൊത്തത്തില് ഇപ്പം ഭയങ്കര ഹൈറ്റിലായിരിക്കുന്നത്. എനിക്ക് സപ്പോസ് എനിക്ക് കുറച്ചുകൂടി സീലിങ്ങിനോട് ചേർത്താണ് ഇത് വെക്കേണ്ടതെന്ന് വിചാരിച്ചോളൂ. പറിച്ചതിന് ശേഷം ഇത് ഓക്കെയാണ്. ഓൾമോസ്റ്റ് സീലിങ്ങിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്യാം. 2 പോർഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം നമുക്ക്. ഓക്കെ, ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ലൈൻ, എല്ലാ മെയിൻ ലൈനും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഷിഫ്റ്റ് ആണ്, ടാപ്പ് ആണ്? ഷിഫ്റ്റ് സോറി, ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നതാ. കൺട്രോൾ അല്ലേ? ആ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. എല്ലാ ലൈനും സെലക്ട് ചെയ്യുക. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഇതിന്റെ ഓഫ്സെറ്റ് കുറയ്ക്കണമെങ്കിൽ ഓഫ്സെറ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇപ്പൊ മറ്റേ ഇത് ഇപ്പൊ കണ്ട എൽബോയും അതൊന്നും സെലക്ട് ആയിട്ടില്ലല്ലോ. അത് സെലക്ട് ആവണമെന്നില്ല. ഡക്ട് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്യാൻ മതി. ഓക്കെ, അപ്പൊ എനിക്കൊന്നുമില്ല, എനിക്ക് ഇതിന്റെ ഓഫ്സെറ്റ് ഒന്ന് കുറയ്ക്കണം. കാര്യം ഈ ലെങ്ത്, ഇപ്പൊ ഈ ഡക്ട് സെലക്ട് ചെയ്യണം. ഇതിന്റെ ലെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ ഡക്ട് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത് ഉണ്ട്, കണ്ടോ 614. എനിക്കിപ്പോ ചേർത്ത് വെക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ ഡക്ട് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഫിറ്റിംഗ് സെലക്ട് ചെയ്യണമെന്നില്ല. എല്ലാ ഡക്ടും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് വേണ്ട, ഡക്ട് മാത്രം മതിയേ. എന്നിട്ട് നമുക്കിവിടെ ഓഫ്സെറ്റ് വാല്യൂ കുറച്ചാൽ മതി. ഇപ്പൊ ഞാൻ 3000 ആക്കി.
അത് ഒറ്റടിക്ക് താന്നിട്ടുണ്ടാവും. വിത്ത് ദാറ്റ് എൽബോയും ഫിറ്റിംഗ്സ് എല്ലാം തന്നിട്ടുണ്ടാവും അല്ലേ? എല്ലാം താഴും ഒറ്റടിക്ക് താഴും. ഓക്കെ, ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യണം. നമുക്ക് ഒന്നെങ്കിൽ ജസ്റ്റ് ടോപ്പ് വ്യൂല് പോവുക, ഇത് പിടിച്ച് ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഫിറ്റിംഗ് വന്നോളൂ. നമ്മൾ പോയി സെക്ഷന് പോയി വരയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഒരു ആംഗിൾ എടുക്കും. 45 തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ 43 ആവും, 42 ആവും. അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ആംഗിൾ ഫിക്സ് ചെയ്തെടുക്കും. ഓക്കെ, അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇനീഷ്യലി ചെയ്യുന്ന സെറ്റിംഗ്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മാനേജില് അല്ലെങ്കിൽ സിസ്റ്റംസിൽ. ഈ ഒരു ഡയലോഗ് ലോഞ്ചർ ഉണ്ടല്ലോ, അത് ഈ ഒരു ഭാഗം ഇത് പിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഇവിടെ ഇത് പിക്ക് ചെയ്താലും മതി, അതല്ലെങ്കിൽ മാനേജറിനകത്ത് പോയി കഴിഞ്ഞാൽ അഡീഷണൽ MEP സെറ്റിംഗ്സ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ മെക്കാനിക്കൽ സെറ്റിംഗ്സ് കിട്ടും. അല്ലെങ്കിൽ വെറുതെ MS അടിച്ചാൽ മതി, മെക്കാനിക്കൽ സെറ്റിംഗ്സ്. ഓക്കെ, ഇതാണ് MS. അത് പിക്ക് ചെയ്യുക. അതിൽ ഡക്ക് സെറ്റിംഗ്സിൽ പോവുക. ഡക്ക് സെറ്റിംഗ്സിൽ അതിനകത്ത് ആംഗിൾസിൽ പോവാ. ഓക്കെ, ഫിറ്റിംഗ് ആംഗിൾ ഇപ്പൊ കിടക്കുന്നത് യൂസ് എനി ആംഗിളിലാണ്. Revit will use any angle supported by fitting content. ഇത് മാറ്റിയിട്ട് യൂസ് സ്പെസിഫിക് ആംഗിൾസ് ഒക്കെ ചെയ്യാം. നമ്മൾ സ്നാപ്പ് ആംഗിളിന്റെ സ്നാപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാറ് സ്റ്റാൻഡേർഡ് ആംഗിൾസ് ഇവിടെ ഉണ്ടാവും, ലൈക്ക് 11.25, 22.5. അപ്പൊ എനിക്കിപ്പോ 11.25 വേണ്ട, ഇഗ്നോർ ചെയ്യണം. 22.5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അത് ചെക്ക് ചെയ്താൽ മതി. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി പ്രൊജക്ട് ഇതെല്ലാം ഇനീഷ്യൽ സെറ്റിംഗ്സ് ആണ് പ്രൊജക്ടിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 45 രണ്ടെണ്ണം ഒരെണ്ണത്തിൽ മധുരം കുറവായിരിക്കും. അതാ ഇപ്പൊ സാർ ഈ ഞാനൊരു ഫിറ്റിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിറ്റിംഗിന്റെ ആംഗിളോട് കിടപ്പുണ്ട് 45. ചിലപ്പോൾ ഈ 45 അതിൽ എടുക്കണ്ടാവുക, ചിലപ്പോൾ വേറെ ആംഗിൾ ആയിട്ട് എടുക്കും. പക്ഷെ ഈ സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആംഗിൾ തന്നെ, സ്റ്റാൻഡേർഡ് ആംഗിൾസ് തന്നെ എടുക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് പിടിച്ച് ട്രാക്ക് ചെയ്താൽ മതി. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വെറുതെ പിടിച്ച് ട്രാക്ക് ചെയ്യരുത്, അപ്പൊ അങ്ങോട്ട് മാറിപ്പോവും. കറക്റ്റ് ഡക്ട് ഏതെങ്കിലും ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ ഫിറ്റിംഗോ ഡക്ട് എന്തെങ്കിലും സെലക്ട് ചെയ്യുക, ടോപ്പ് വ്യൂല് പോവുക. അതിനുശേഷം ഒന്നെങ്കിൽ ഡക്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ പോയിന്റ് പിടിച്ചിട്ട് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇതിന്ന് ഇങ്ങോട്ടോ പോയിന്റ് വിടുന്ന വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി. ഇനി ഇത് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ പിന്നീട് അങ്ങോട്ടോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് അടിക്കാം. പറഞ്ഞല്ലോ ഇപ്പൊ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ തന്നെ ഒരു ഫ്രഷ് എയർ വരുന്നുണ്ട്. നമുക്ക് ഈ റൈസറും കൂടെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു റൈസർ ഉണ്ട്. ആക്ച്വലി ഈ റൈസറിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഡക്ട് അങ്ങ് വരയ്ക്കുവാണ്. 300/350. ഈ ഡക്ട് വന്നിട്ട് 350/300 ആണ്. റൈസർ കൊടുത്തിരിക്കുന്നത് 400/400 എന്നാണ്. ഓക്കെ, ഞാൻ അത് തന്നെ അങ്ങ് ഫോളോ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഞാൻ ഈ ഡക്ട് സെലക്ട് ചെയ്യുന്നു, പ്രോഡക്റ്റ് എടുത്തു, ഞാൻ ഈ പോയിന്റ് പിക്ക് ചെയ്തു. നമുക്ക് സെക്ഷൻ എടുത്ത് വരയ്ക്കണമെങ്കിൽ സെക്ഷൻ എടുത്തിട്ട് ഈസി ആയിട്ട് വരയ്ക്കാം. അതായത് ഇപ്പൊ സെക്ഷൻ എടുക്കുക, ഇവിടെ കൊണ്ടുവെക്കുക. പോവാ. ഇതാണ് ഷാഫ്റ്റ്. നമുക്ക് ഒന്നെങ്കിൽ ഈ ഡക്ട് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുക്കണമെങ്കിൽ കോപ്പി എടുക്കാം, അല്ലെങ്കിൽ പുതിയ ഡക്ട് വരയ്ക്കണമെങ്കിൽ പുതിയ ഡക്ട് വരയ്ക്കാം. അതായത് ഡക്ട് എടുത്തു, റൈസറിന്റെ സൈസ് വന്നിട്ട് 400/400 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഡക്ട് വരയ്ക്കണമെങ്കിൽ ഡക്ട് വരയ്ക്കാം, നമുക്കത് ഫിക്സ് ചെയ്യണമെങ്കിൽ അവിടെ ഫിക്സ് ചെയ്യാം. പക്ഷെ പ്ലാനിൽ പോയി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഇച്ചിരി അങ്ങോട്ടൊക്കെ മാറിയിരിക്കും. ഒന്ന് അലൈൻ ചെയ്യേണ്ടി വരും പ്ലാനിൽ എടുത്തിട്ട്. അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ മൂവ് ചെയ്ത് വെക്കണം, നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ലൊക്കേഷൻ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് മോഡിഫൈക്കകത്ത് ഞാൻ ട്രിം ചെയ്തു. ഇതിലേക്ക് ഇത് ട്രിം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് എടുത്തു. അത് വേണമെങ്കിൽ ക്യാപ്പ് ചെയ്യാം.
ഞാൻ അങ്ങോട്ട് വരാം. രണ്ടും ഇവിടെ വെച്ചോ. ടീച്ചർ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എടുത്തോട്ടെ. ഓക്കെ. ജസ്റ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞു നിർത്താം. ഇതാണ് റൈസർ. ഇതിലേക്ക് പിന്നെ ഇതിന്ന് കണക്ഷൻ എടുക്കാം. പിന്നെ ഇങ്ങനെ ഡക്ട് വരുന്നത്. അപ്പൊ ഈ സെക്ഷൻ ഒന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം നമുക്ക്. കോപ്പി അല്ലേ? കോപ്പി ഇല്ല, ഞാൻ റൊട്ടേറ്റ് ചെയ്യുക ചെയ്തത്. ഈ സെക്ഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു ഇവിടുന്ന് ഡക്ട് വരയ്ക്കാനായിട്ട്. അല്ല അങ്ങനെയല്ല, അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടുന്ന് പോയില്ലേ, നേരത്തെ ഉണ്ടായിരുന്നു പോയില്ലേ? അത് ഇനി ആവശ്യമില്ലല്ലോ, നമുക്കത് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഞാനിത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു, അല്ലെങ്കിൽ ഈ റൈസർ കണക്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ആ സെക്ഷൻ എടുത്തത്. മനസ്സിലായില്ലേ സാർക്ക്? മനസ്സിലായില്ല. കാരണം ഇപ്പൊ എക്സിസ്റ്റിംഗ് ആ ഒരു സെക്ഷൻ അല്ലേ ഇപ്പൊ റൊട്ടേറ്റ് ചെയ്തത് അല്ല? ഇവിടെ ഈ റൂമിലുള്ള ഈ റൂം ഇപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള റൂമിലുള്ള ആ സെക്ഷൻ അല്ലേ റൊട്ടേറ്റ് ചെയ്തത് അല്ല? അതെ അതെ. അതായത് ഒരൊറ്റ സെക്ഷൻ ഞാൻ വരച്ചിട്ടുള്ളൂ ഈ പ്രോജക്റ്റിൽ. അതിനെ തന്നെ കോപ്പി ചെയ്ത് യൂസ് ചെയ്തോണ്ടിരിക്കുക. ആ സെക്ഷൻ ആണ് റൊട്ടേറ്റ് ചെയ്തത്. അതെ അതെ, സെക്ഷൻ ഞാൻ റൊട്ടേറ്റ് ചെയ്തു. സെക്ഷൻ സെലക്ട് ചെയ്തു. ഇതിപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വ്യൂ ഇങ്ങനെയല്ലേ കാണുന്നത്, ഇങ്ങനെയാ വ്യൂ കാണുന്നത്. എനിക്ക് ഇവിടുന്ന് വരയ്ക്കണം, ഇവിടുന്ന് ബ്രാഞ്ച് വരയ്ക്കണം. അതായത് റൈസർ അതൊന്നും കൂടി വരയ്ക്കാവേ. ഞാനിപ്പോ ചെയ്തത് ഈ സെക്ഷൻ തന്നെ ഞാൻ റൊട്ടേറ്റ് ചെയ്തു. സെക്ഷൻ ലൈൻ ആണല്ലോ റൊട്ടേറ്റ് ചെയ്തത് അല്ലേ? ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഞാനെന്താ വിചാരിച്ചു ആ സെക്ഷൻ, അതായത് ആ പീസാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ല, സെക്ഷൻ ലൈൻ ആണ്. സെക്ഷൻ ലൈനാണ് റൊട്ടേറ്റ് ചെയ്തത്. ഇതാണ് റൊട്ടേറ്റ് ചെയ്തത്. ഇതിപ്പോ എങ്ങനെ വെച്ചു? ഇപ്പൊ 2-3 വഴിയുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഒന്നെങ്കിൽ പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ വരയ്ക്കുന്നു. എന്നിട്ട് ഞാനിത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിന്റെ സൈസ് ഇങ്ങനെ മാറ്റുവാണ്. 400x400. ശേഷം ഞാൻ ഇതിലേക്ക് ട്രിം ചെയ്യുന്നു. എക്സോസ്റ്റ് നട്ട്. ഇതിന്ന് ഞാൻ ബ്രാഞ്ച് ഇങ്ങോട്ട് എടുക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ബ്രാഞ്ച് എടുക്കാം. ഞാൻ വേണമെങ്കിൽ ഇത് ക്യാപ്പ് അടിച്ചു 350x300. നമുക്ക് സൈസ് വേണമെങ്കിൽ ഒരുമിച്ച് ചേഞ്ച് ചെയ്യാം. 350x300. സൈസ് മാറിയില്ല, കുഴപ്പമില്ല. ഒന്നുകൂടെ ഒന്ന് ട്രിം ചെയ്താൽ മതി. കണക്ട് ആയിക്കോ. ഇത്രേ ഉള്ളൂ. ഷാഫ്റ്റ്. ഇനി ഇവിടെ തന്നെ നമുക്കൊരു ഫ്രഷ് എയർ ഉണ്ട്. അപ്പൊ ഫ്രഷ് എയർ കൂടി ജസ്റ്റ് ഞാൻ റൂട്ട് ചെയ്യാം. ഫ്രഷ് എയർ ഡക്ട് 400x250 ഡക്ട് എടുക്കുന്നു. 400x250 സിസ്റ്റം ടൈപ്പ് എന്നിട്ട് ഫ്രഷ് എയർ ജസ്റ്റ് ഇനി ഇവിടെ റൂട്ട് ചെയ്യാണ്, റൈസറിനെ റൂട്ട് ചെയ്യാണ്. ജസ്റ്റ് 3D മോഡ് എടുക്കാം. ഓക്കെ. ഈ ഡക്ട് ഞാൻ കുറച്ചങ്ങോട്ട് അപ്പ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് റൈസ് ചെയ്യിപ്പിക്കണം. ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, പ്രോഡക്റ്റ് എടുത്തു. ഇപ്പൊ ഇതിന്റെ എലിവേഷൻ വന്നിട്ട് ഇതാണ്, ഓഫ്സെറ്റ് വാല്യൂ ഇതാണ് 3348. ഞാൻ ഇതിന്റെ എലിവേഷൻ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്തു, 6000. ജസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് അപ്പ് ആയിക്കോളും. എന്നോട് പറയാട്ടോ. അതായത് ജസ്റ്റ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, എലിവേഷനും കൂട്ടി കൊടുത്താൽ മതി. ഞാനൊരു 5000 കൊടുത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതങ്ങോട്ട് അപ്പ് ആയിക്കോളും. അതായത് ഈ പോയിന്റ് വന്നിട്ട് 500 വന്നിരിക്കും, 5000 വന്നിരിക്കും. മൊത്തം ഡക്ട് വരില്ല അന്നേരം? ഇല്ല, അത് സാറേ 3000 5000ലേക്ക് പോവല്ലേ, ആ എൽബോ അടിച്ചങ്ങ് പോകും.
നമ്മള് സെലക്ട് ചെയ്തിട്ടില്ല അല്ലെ? ഇല്ലില്ല. അതായത് ഡക്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഓഫ്സെറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നേനെ. ഞാനിപ്പോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രോ ഡക്ട് എടുത്തു. അപ്പൊ ഇത് വേറെ പീസാണ്. ആ പീസ് മാത്രം പോയി അല്ലേ? ആ പീസ് മാത്രം, അതന്നെ ആ പീസ് മാത്രം 5000 ഇട്ട് അപ്ലൈ അപ്പൊ അവിടെ ഒരു എൽബോയും ക്രിയേറ്റ് ആയി അല്ലേ അന്നേരം? എൽബോയും ക്രിയേറ്റ് ആയി. കാരണം അത് അങ്ങനെ എടുത്തോളും. അപ്പൊ അതിന്റെ 5000 ഇരിക്കും. അതല്ലെങ്കിൽ ഇപ്പൊ സെക്ഷൻ എടുത്ത് ചെയ്യണമെങ്കിൽ സെക്ഷൻ എടുത്ത് ചെയ്യാം. ഇപ്പൊ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഈ സെക്ഷൻ എടുത്തു, സെക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് നമുക്കിപ്പോ 5000 വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത് ഡക്ട്. ഇവിടെ ഡ്രോ ഡക്ട് എടുക്കുക, നീക്കുക, സ്റ്റോപ്പായി. ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടേക്ക് വരുന്ന ഇവിടേക്ക് വരുന്ന ഫ്രഷ് എയർ ഡക്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. ഈ റൈസറിൽ നിന്നാണ് വരുന്നത്. ഈ റൈസറിന് വന്നിട്ട് ഇതിലേക്ക് സെർവ് ചെയ്യണം. ഈ റൂമിലേക്ക് ഈ ഡിഫ്യൂസറിലൂടെയും എഫ്സിന്റെ ബാക്കിലേക്ക് ഇവിടെയും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് റൂട്ട് ചെയ്ത് നോക്കൂലേ? ബേസിക് ഡക്ട് റൂട്ടിംഗ് എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ വരച്ച് പ്രാക്ടീസ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഇൻസുലേഷൻ കൊടുക്കണമെങ്കിൽ ഇൻസുലേഷൻ കൊടുക്കാം. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പം മൊത്തം ഇൻസുലേഷൻ വേണമെന്ന് വിചാരിച്ചു. മൊത്തം ഡക്ട് ചെയ്ത് സെലക്ട് ചെയ്തു, ഫിൽട്ടർ ചെയ്തു. എനിക്കിപ്പോൾ ഡക്ട് ഫിറ്റിംഗ് മാത്രം വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ വേണ്ട എന്താണോ അത് മാത്രം ചെക്ക് ചെയ്യുക. ആഡ് ഇൻസുലേഷൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് എഡിറ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇൻസുലേഷൻ്റെ ടൈപ്പ് നെയിം, ഐ മീൻ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ കൂടെ അസൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഡീഫോൾട്ട് തന്നെ കൊടുക്കുന്നു. തിക്നെസ് എത്രയാണോ വേണ്ടത് ആ വാല്യൂ ജസ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇൻസ്റ്റലേഷൻ വരും. ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡക്ട് സെലക്ട് ചെയ്യുക. സെയിം പ്രോസസ് തന്നെ. ഡക്ട് ലൈനിങ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡക്ട് ലൈനിങ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാ ഇതിന് എനിക്ക് ഇൻസ്റ്റലേഷൻ കൊടുക്കണം. സെലക്ട് ചെയ്യുക, ആഡ് ഇൻസ്റ്റലേഷൻ, ഇൻസ്റ്റലേഷൻ ആഡ് ചെയ്യും. ഇനി എനിക്കിപ്പം ടെർമിനലിന് ഞാൻ ജസ്റ്റ് CAD ഫയൽ ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് ടെർമിനലിന് വേറൊരു കളറാണ് എനിക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് എല്ലാ ടെർമിനലിനും വേറെ കളർ മതി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആഡ് ഫിൽറ്റർ. ഇപ്പം ഞാൻ ടെർമിനലിന് കൊടുത്തു. ടെർമിനൽ ചെക്ക് ചെയ്തു. ഫിൽറ്റർ റൂൾസ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഇപ്പം പിന്നെ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടല്ല, എല്ലാത്തിനും ഒരു കളർ വേണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ ഫിൽറ്റർ റൂളൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് പേജിലേക്ക് ആ ടെർമിനൽ ആഡ് ചെയ്യുക. നമുക്ക് എന്ത് കളറാണ് വേണ്ടത് കളർ ജസ്റ്റ് ചൂസ് ചെയ്താൽ മതി. എല്ലാ ടെർമിനലിനും ആ കളർ വന്നോളൂ. അതുപോലെ തന്നെ ഇൻസുലേഷൻ, ഡക്ട് ഇൻസുലേഷന് നമുക്കൊരു വേറെ കളർ കൊടുക്കണം. ഇതൊക്കെ അന്ന് നമ്മൾ നോക്കിയതായിരുന്നു. ജസ്റ്റ് ഒന്ന് പറയാം.